അപ്പോൾ നമുക്ക് കോയിനെ ഇങ്ങനെ എടുത്ത് വലത് കാല് മുമ്പോട്ട് വെക്കുക, ഇടത്തെ കാല് ബാക്കോട്ട് വെക്കുക. എന്നിട്ട് കൈ എടുത്തിട്ട് ഇങ്ങനെ കറക്കുക. എന്നിട്ട് ഇടത്തെ കൈ പിറകോട്ട് കറക്കുക. അതിനുശേഷം ശവാസനത്തിലേക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായി മസാല പിടിക്കും. അയ്യോ, അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും തൈശ്ശേരി കപ്പിൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബക്കറ്റ് ചിക്കൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും അതിൽ നിന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കോഴീനെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മുളക്, മല്ലി, ഗരം മസാല, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പുതിന പേസ്റ്റ്, തൈര്, ഉപ്പ്, പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ, പിന്നെ കുറച്ച് മല്ലി. അപ്പോൾ ഇതൊക്കെ ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുളക് പൊടി, മല്ലി, ഗരം മസാല, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പുതിന പേസ്റ്റ്, പിന്നെ തൈര്, പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉപ്പത് മതിയാവൂല, മറ്റേത് കൂടി എടുത്തോ. ഞാൻ കൃത്യമായിട്ട് തന്നെ എടുത്തത്. എടുത്തല്ലേ, കണക്കായിരിക്കും. അര കറക്റ്റാണല്ലോ. എന്താണ് വേണോ? ചെറുനാരങ്ങ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. കുരു വീഴണ്ട. ഇത് ഞാൻ എടുത്ത് കളഞ്ഞതാണ്. അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയാണ് പിഴിയുന്നത്. മതിയാവും, തൈര് ഒഴിച്ചില്ലേ, അപ്പം ആവശ്യത്തിന് പുളി ഉണ്ടാവും. മസാല തന്നെ ഇങ്ങനെ ഇളക്കുമ്പോൾ എന്താ മണം. അപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ഒന്ന് വരയിട്ട് കൊടുക്കാം. ചിക്കൻ ഇങ്ങനെ വരയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മസാല പിടിക്കണമെങ്കിൽ കുറച്ച് വരയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വരഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഓരോ വരഞ്ഞതിൻ്റെയും ഗ്യാപ്പുകളിൽ നന്നായിട്ട് വരച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ നന്നായിട്ട് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു 2 മണിക്കൂർ നമുക്കിത് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇവിടെ പരിസരത്ത് മുളയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ തെങ്ങിൻ്റെ ഈ ഓലയുടെ ഈ ഒരു മട്ടലാണ് എടുക്കുന്നത്. നമുക്ക് ചിക്കൻ ഇതിൽ കുത്തി വെക്കാം. മതിയല്ലേ? അപ്പോൾ ചിക്കൻ നിലത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇല എടുത്തിട്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ എടുത്ത് വെച്ച വടിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കാല് ഞാനൊരു വാഴനാര് കൊണ്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അഥവാ ചിക്കൻ ചൂടുകൊണ്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു സിങ്കിൻ്റെ ഷീറ്റാണ് ഞങ്ങൾ വെച്ച് കൊടുക്കുന്നത്. ബക്കറ്റ് കിട്ടാത്തതിനാൽ നമ്മൾ RKG അല്ല RKG പോലെ തന്നെ അപ്പോൾ നമുക്ക് ഇതിന് ചുറ്റും ഇനി വിറകൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കത്തിക്കാം. അതിൻ്റെ അരിയത്തും നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടാ, അത്രയും ചൂടാ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്തിട്ട് ആ ചിക്കൻ ഒന്ന് മര്യാദക്ക് ഒന്ന് കാണാൻ പറ്റിയാലെങ്കിലും മതിയായിരുന്നു, കരിഞ്ഞു പോവാതെ കിട്ടിയാൽ മതിയായിരുന്നു.
തീയൊക്കെ അണഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തിച്ചിട്ട് നമുക്ക് ഈ കനലൊന്ന് മാറ്റി കൊടുക്കാം. ഒടുക്കത്തെ ചൂട്. എൻ്റെ മോനെ അതിനെ പുറത്തുള്ള അരിയെല്ലാം കത്തിപ്പോയാൽ ഉള്ളിലുള്ള കത്തിയിട്ടില്ലാത്ത പോകുന്നു. സൈഡെല്ലാം ഞാൻ കാണുന്നു. ചിക്കൻ മാത്രമാണോ പൊട്ട് മാത്രമാണോ എന്ന് ഏതാനും നിമിഷങ്ങൾക്കകം മറ്റേ ഇയാൾ പറഞ്ഞല്ലോ പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞിട്ട് ഞാനിത് എടുക്കുകയാണ്. അഞ്ചു അടിപൊളി തകർത്ത് മോളെ. എണ്ണ ഊറി വരുന്നാണ്ട. ഒന്ന് റൗണ്ട് എടുത്ത് കാണിച്ചു കൊടുത്ത ഫുള്ളായിട്ട് തകർത്ത്. ഹരിചരക്കൂടെ പോതില്ല. എൻ്റെ അമ്മേ ഇതെന്താ ചൂടല്ലേ. മരണ ചൂടാണ്. അതിന്റെ എണ്ണ ഇപ്പം ബാക്കിലേക്ക് കൂടി ഊറി വരുന്നുണ്ട് കണ്ടാ. ചൂട് കോലടക്ക വന്ന കോലടക്ക നോക്കിയാ നല്ലണ്ടാ. കൊട്ടിൽ നിന്നെല്ലാം നല്ലോണം വിട്ടു വന്നിട്ടുണ്ട്. മറ്റേ ഭാഗം ഇറക്കി കെട്ട് എന്നഴിക്കട്ടെ ഉണ്ടാവും. ഓലനെ കൊണ്ട് കെട്ടിയിട്ട് ഓലനാരം കൊണ്ട് കെട്ടിയതാ. പക്ഷെ കെട്ടൊന്നും ആയിട്ടില്ല. തുണി എടുക്കാൻ ആദ്യം ചിക്കൻ ഒന്ന് ഇവിടെ വെക്കട്ടെ. അമ്മ ചൂടെല്ലാം ഒന്ന് കുറയട്ടെ. എന്നിട്ട് നമുക്ക് ഇത് കണ്ട നല്ല അടിപൊളിയായിട്ട് എന്നാ രണ്ടേ ഈ കഴുത്തിൻ്റെ ഭാഗം പോലും ഒരു തുള്ളി പോലും കരിയാണ്ട്. ഇത് കണ്ട നിങ്ങൾ അതാ പാട പോലെ ഇങ്ങനെ പതള് പോലെ വരുന്ന കണ്ട. നല്ല ചൂടുണ്ട്. ഇതാ ചെസ്റ്റിൻ്റെ ഭാഗം കണ്ട. മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കരിവ് അല്ലെങ്കിൽ കൊട്ട് മാത്രമേ ഉണ്ടാവൂ എന്നാണ് വിചാരിച്ചത്. ഓ സന്തോഷമായി. വാവ്. വീഡിയോ എൻഡ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കാലൊന്ന് അടത്തിയെടുക്കാം. ടേസ്റ്റും കൂടി അറിയണ്ടേ. എന്തായാലും നല്ല ചൂടുണ്ട്. ഇത് കണ്ട അഞ്ചു നല്ല ഇറച്ചിയല്ലേ ഇതുപോലെ വന്ന്. നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം. അങ്ങനെയുണ്ട്. നല്ല അടിപൊളിയായിട്ട് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് എന്താ പറയണ്ടേ ആ എരിവും ഉപ്പും എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. പാകത്തിൽ വെന്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അടുത്ത് ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എന്നാ ചെയ്യുന്നേ? ബക്കറ്റ് ചിക്കൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. എന്താ മിക്സിയിൽ അരക്കാത്തത്? മിക്സിയിൽ കിട്ടുന്നില്ല. ജാമ്പുവാന്റെ കാലത്ത് മിക്സി ആയതുകൊണ്ട് മിക്സി അറിയുന്നില്ല. മിക്സി 5 പ്രസവിച്ചതിനായിട്ടുള്ള മിക്സിയാണ്. ആയില്ലേ? മതി.